എവിടെയായിരുന്നു ഇതുവരെ? ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല. ഉണ്ണിയുടെ കവിത പ്രസിദ്ധീകരിച്ചു. പത്രമാഫീസിൽ ചെന്നപ്പോ ഉണ്ണിക്ക് അവിടെ ഒരു സ്വീകരണം കൊടുത്തു. അതാ ഇന്നലെ വരാൻ പറ്റാഞ്ഞത്. ആണോ മോനെ? അതെ പാപ്പ, എന്തൊരു സ്വീകരണമായിരുന്നു. പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയല്ലേ അവര് ഞങ്ങളെ സ്വീകരിച്ചത്. രാത്രിയിൽ ഞങ്ങൾ എവിടെ കഴിഞ്ഞ്? രാത്രിയില് കമ്പി വഴിയുള്ള വലിയ തറവാട്ടിലാണ് ഞങ്ങളെ കിടത്തിയിരുന്നത്. കാവലിലൊക്കെ പോലീസുകാരായിരുന്നു പാപ്പ. പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല, ഭയങ്കര കൊതു. അല്ല ഹരി? അതെ അതെ, ഇവനിങ്ങനെ ഒരു അംഗീകാരം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല. വീട്ടിലേക്ക് വാ, അപ്പം കാത്തിരിക്ക. കട്ടതെങ്ങനെ കണക്കറിയാനല്ലേ? വന്നാലും പോയാലും 100 തേങ്ങ. അതിന്റെ കാശ് ഞമ്മള് തന്നോളാം. താ പോടോ. എന്നാലും നമ്മുടെ മോനിങ്ങനെ സ്വീകരണം കിട്ടിയല്ലോ. മോൻ വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പുതിയ എസ് ഐ വന്ന് ചാർജ് എടുത്തു. എപ്പോ? കുറച്ചു നേരമായി. കുഴഞ്ഞു. ആള് വലിയ ചൂടനാണെന്ന് തോന്നുന്നു. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. അവൾ കുളിക്കും പുഴക്കടവിൽ അലഞ്ഞൊറിയും പൂങ്കാറ്റേ. അവൾ കുളിക്കും പുഴക്കടവിൽ അലഞ്ഞൊറിയും പൂങ്കാറ്റേ. പുതിയൊരു ലജ്ജയിൽ മുങ്ങി പൊങ്ങും പൂമൈ കണ്ടിട്ടുണ്ടോ? അവളുടെ പൂമൈ കണ്ടിട്ടുണ്ടോ? ആഹ കണ്ടിട്ടുണ്ടോ? പണ്ടാരക്കാല അമ്മയെ ചവിട്ടി നിന്റെ കാല് പുഴുത്തു പോകൂടാ. പുഴുകും പുഴുകും. പൊയ്ക്കോളുന്നല്ലേ ഇവിടുന്ന്. അമ്മച്ചി, അമ്മച്ചി, കരയാതെ കരയാതെ, എഴുന്നേറ്റെ. അതൊക്കെ ആഹാ, അത് കൊള്ളാം. എന്താ അമ്മച്ചി കാര്യം? എന്റെ പൊന്ന് സാറേ, ഞാൻ പെറ്റ മോനവൻ. അവന്റെ പൊമ്പറന്നവരുടെ വാക്ക് കേട്ട് എന്നെ ചവിട്ടി പുറത്താക്കിയിരിക്കുക. അമ്മച്ചി വിഷമിക്കണ്ട, ഞാൻ ചോദിക്കാം. എന്താ മോന്റെ പേര്? ധർമ്മപുത്രൻ. ധർമ്മപുത്രർ നല്ല പേരാണല്ലോ. പക്ഷേ പ്രവൃത്തിയിൽ മാത്രം അതില്ല അല്ലേ?
എന്നേക്കടാ ബെൽറ്റ് കേട്ട്. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാ കാണുന്നു. ഇവനെ ധർമ്മപുത്രരെ ഇവന്റെ അമ്മായി അമ്മയുടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിൽ ആർക്കും രണ്ട് പക്ഷമൊന്നുമില്ലല്ലോ. നടക്കടാ. മഹാകവി ഉണ്ണികൃഷ്ണദാസനെ എവിടേക്കാ കൊടിയും ചൂടി? ഉണ്ണി നമ്പൂതിരെ പോലെ ധൃതിയിൽ. ശോഭയെ കാണാൻ ഇറങ്ങിയതാ. ആ കൊള്ളാം. കാവിലെ ഭഗവതിയാണ് നേര്. സ്വീകരണത്തിന്റെ ഇടയിൽ ആന ഇടഞ്ഞു എന്ന് കേട്ടല്ലോ. സ്വീകരണോ? ആനയോ? ആ കവിത അച്ചടിച്ച് വന്നേന്റെ. ആ ആനയും സ്വീകരണം ഒക്കെ ഉണ്ടായിരുന്നു. ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു. കണ്ടിരുന്നെങ്കിൽ എനിക്ക് സഹിക്കില്ലായിരുന്നു. അതെന്താ? എത്ര അടി കിട്ടി? അടിയോ? ആ പോലീസിന്റെ. ശോഭ എന്തായി പറയണേ? 4 പേരും കൂടെ ഒരുമിച്ചാണ് ഇട്ടിരുന്നേ. ഒരുമിച്ചോ? ഒളിക്കൊന്നും വേണ്ട, എന്നോടെല്ലാം അബ്ദു പറഞ്ഞു. ഇതിന്റെ ഒക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അത് ആ ബെന്നിയും ഹരിയൊക്കെ. ഞാൻ അന്നേ പറഞ്ഞതാ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോരുതെന്ന്. കിട്ടിയപ്പോ എല്ലാവർക്കും കിട്ടിയല്ലോ. ശോഭ അമ്മയോടൊന്നും പറയരുത്. എവിടെ അച്ചടിച്ച കവിത? ഒന്ന് കാണട്ടെ. ഒരു രാജ ഒരു റാണി. ആരേ രാജാവും റാണിയും? അറിയില്ലേ? രാജാവ് ഞാൻ, ശോഭ റാണി, എന്റെ സ്വപ്ന സാമ്രാജ്യത്തിലെ രാജകുമാരി. എന്തിനാ ശോഭ കരയുന്നത്? എന്നാലും ഇത് കവിതയല്ലേ? കവിത ഭാവനയല്ലേ, ജീവിതമല്ലല്ലോ. നീ എന്താ ഇവിടെ? ഞാൻ എൻ്റെ കൂടെ പഠിക്കുന്ന ഷീബയുടെ കയ്യിൽ നിന്ന് നോട്ട്സ് വാങ്ങാൻ വന്നതാ.